വെൽക്കം ബാക്ക്. അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈതൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള റിക്കേഷൻ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കാണാൻ പോകുന്നത്. റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതണിനകത്തുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. ഇറ്റ് ഈസ് എ പ്രോഗ്രാമിംഗ് ടെക്നിക് വേർ എ ഫംഗ്ഷൻ കോൾ ഇറ്റ് സെൽഫ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു സോൾവ് എ പ്രോബ്ലം ബൈ ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു സ്മോളർ സബ് പ്രോബ്ലംസ്. സോ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിന് ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട് പൊതുവെ. സോ ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ റിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫങ്ഷനെ നമ്മളുടെ ഫങ്ഷനകത്ത് തന്നെ എഗെയിൻ കോൾ ചെയ്യുന്നൊരു പെർട്ടിക്കുലർ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ റിക്കേഷൻ ഒക്കേഴ്സ് വെൻ എ ഫങ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ് ഇൻ ഓർഡർ ടു സോൾവ് എ പ്രോബ്ലം. സോ നമ്മളൊരു ഫങ്ഷൻ എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് DEF എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് ഫങ്ഷൻ കൊടുത്ത് അത് ആ ഒരു ഫങ്ഷനിൽ നടക്കേണ്ടത് എന്താണോ നമ്മൾ ആ ഫങ്ഷനകത്ത് എഴുതുമായിരുന്നു. സോ അതേ ഫങ്ഷൻ തന്നെ പിന്നെയും നമ്മൾ ഫങ്ഷനകത്ത് കോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബേസിക്കലി റിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന ബേസിക് കണ്ടൻറ്റ്സ് എന്ന് പറയുന്ന ഒന്ന് ബേസ് കേസ് ആണ്. നമ്മൾ ഏതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിലും ഇതുപോലൊരു ബേസ് കേസ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷൻ എത്തുന്ന സമയത്ത് ഇറ്റ് സ്റ്റോപ്സ് ദാറ്റ്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. ദ കണ്ടീഷൻ ദാറ്റ് സ്റ്റോപ്പ് റിക്കേഷനാണ് ബേസ് കേസ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ലൂപ്പിനകത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നമ്മളൊരു കണ്ടീഷൻ കൊടുക്കാറുണ്ടായിരുന്നു അല്ലേ? നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസ് കണ്ടീഷൻ ഇവിടെയും ഉണ്ടാവും. സോ ആ ഒരു ബേസ് കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ ലൂപ്പിൽ നിന്നത് പിന്നെയും പുറത്തിറങ്ങുകയാണ് ചെയ്യുക. പിന്നെ റിക്കേഴ്സീവ് കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ ദാറ്റ് കണ്ടിന്യൂസ് ദ റിക്കേഷൻ ബൈ കോളിംഗ് ദ ഫംഗ്ഷൻ വിത്ത് എ സ്മോളർ ഓർ മോഡിഫൈഡ് വേർഷൻ ഓഫ് ദ ഒറിജിനൽ പ്രോബ്ലം. കോളിംഗ് എ ഫംഗ്ഷൻ വിത്തിൻ എ ഫംഗ്ഷൻ. സോ അതിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ ബേസിക്കലി ഈ ഒരു റിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് പൈതണിനകത്ത് തന്നെ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എഴുതുന്ന സ്റ്റെപ്പുകളുടെ നമ്പേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മളത് മെയിൻലി യൂസ് ചെയ്യുക. ഇറ്റ് സിംപ്ലിഫൈ ദ കോംപ്ലക്സ് പ്രോബ്ലം. Its solutions are often shorter and make complex problems easier to understand and implement. സോ നമ്മൾ നോർമൽ മെത്തേഡിൽ എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ലൈൻസുകളോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻസുകളോ അതിൽ വരും. ഈ റിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ലൈൻസുകളിൽ ഈ ഒരു പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. നാച്ചുറലി ഫിറ്റ് ഫോർ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം. സോ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോബ്ലത്തിനെ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഓരോ പ്രോബ്ലത്തിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ബൈനറി സെർച്ച് പോലെയുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ ഈ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു അൽഗോരിതം ഒക്കെ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കോഡിങ് കുറച്ചുകൂടെ എലഗൻ്റ് ആൻഡ് കോൺഷ്യസ് ആവുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു റിക്കേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഈ റിക്കേഷനിൽ തന്നെ വരുന്ന വേറൊരു ടേമാണ് ദ കോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. It's a structure in memory that stack functions called in a program. Each time a function is called, it is added to the stack. When a function completes, it removed from the stack and control return to the previous function. സോ ഈ റിക്കേഷൻ ഒക്കർ ചെയ്യുന്ന സമയത്താണ് ഈ സ്റ്റാക്കും നമുക്കവിടെ വരുന്നത്. ഈ റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് എ റിപ്പീറ്റഡ് പ്രോസസ്സാണ്. സോ ഈ റിപ്പീറ്റഡ് പ്രോസസ്സ് ഓരോന്നും ഈ മെമ്മറി കോൾ സ്റ്റാക്കിനകത്ത് വെക്കുകയാണ് ചെയ്യുക. അതിങ്ങനെ റിപ്പീറ്റായി അവസാനം നമ്മുടെ ആ ഒരു ബേസ് കണ്ടീഷൻ ആവുന്ന സമയത്ത് അത് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് വാല്യൂ റിട്ടേൺ ചെയ്യുകയാണ് അവിടെ ചെയ്യുക. സോ ഈ റിക്കേഷൻ ആൻഡ് കോൾ സ്റ്റാക്ക് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വെൻ എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഇസ് കോൾഡ്, ഈച്ച് റിക്കേഴ്സീവ് കോൾ ക്രിയേറ്റ് എ ന്യൂ ഇൻസ്റ്റൻസ് ഓഫ് ദ ഫംഗ്ഷൻ ഓൺ ദ സ്റ്റാക്ക്. സോ എപ്പോൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ ചെയ്താലും ഒരു പുതിയ കോൾ സ്റ്റാക്ക് നമ്മളവിടെ കോൾ ചെയ്യും. ദ കോൾ സ്റ്റാക്ക് കീപ് ദ ട്രാക്ക് ഓഫ് ഈച്ച് റിക്കേഴ്സീവ് കോൾ സ്റ്റേറ്റ് അൺടിൽ ഇറ്റ് റീച്ചസ് ദ ബേസ് കേസ്. സോ എത്ര തവണ ഇത് പോകുന്നുണ്ടോ അത്രയും സമയത്തൊക്കെ ഈ സ്റ്റാക്ക് മെമ്മറിയിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. വെൻ ദ ബേസ് കേസ് ഈസ് റീച്ച്ഡ്, ഈച്ച് റിക്കേഴ്സീവ് കോൾ റിട്ടേൺ ഇൻ റിവേഴ്സ് ഓർഡർ ഫോളോയിങ് ദ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്
പ്രിൻസിപ്പിൾ. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഈ റിക്കേഷൻ ഒക്കർ ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. സോ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ടോ അത്രയും തവണ ഈ സ്റ്റാക്ക് മെമ്മറിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. എന്നിട്ട് ലാസ്റ്റിൽ എന്ത് ചെയ്യും, ഇത് റിവേഴ്സ് ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനൽ വാല്യൂ നമുക്ക് റിക്കേഷനിൽ തരികയാണ് ചെയ്യുക. സോ ബേസ് കേസ് എത്തുന്നവരെ ഈ സ്റ്റാക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബേസ് കേസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് റിവേഴ്സ് ഓർഡറിൽ ഈ കാൽക്കുലേഷൻ നടന്ന് നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടുകയാണ് ചെയ്യുക. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പൈത്തൺ യൂസസ് എ കോൾ സ്റ്റാക്ക് ടു മാനേജ് ഫംഗ്ഷൻ കോൾസ്. വെൻ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഈസ് കോൾഡ്, current state of the function is pushed into the stack. Once the base case is reached, the stack unwinds and results are returned one by one. Each recursive call add a new frame to the stack and these frames are removed when the function finishes. സോ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ നോക്കുക. ഈ റിക്കേഷന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഫാക്ടോറിയൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഒരു 5 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 × 4 × 5. ഇപ്പോൾ 4 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 × 4. അങ്ങനെയുള്ളൊരു കാൽക്കുലേഷനാണ് നമുക്കവിടെ നടക്കുന്നത്. സോ നമുക്ക് ഒരു റിപ്പീറ്റഡ് പ്രോസസ്സാണ്. ഇപ്പോൾ 10 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 × 4 × 5 അങ്ങനെ 10 വരെ നമുക്ക് പോയിട്ട് ആ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇവിടെ ആദ്യം ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ DF നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ ഫാക്ടോറിയൽ എന്നാണ് ആ ഫംഗ്ഷൻ്റെ പേര്. അതിന് പാരന്തസിസിനകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത് n എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഗ്രീൻ ആയിട്ട് കാണുന്നത് കമൻ്റ് ആണ്. അതൊന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും, പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത്, ഇപ്പം നമ്മൾ ഫാക്ടോറിയൽ ഓഫ് 0 and 1 കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ വലിയ കാൽക്കുലേഷൻ അല്ല വരുന്നത്. ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 0 എന്ന് പറയുന്നതും ഒരു ബേസ് കേസിൽ വരുന്നതാണ്. സോ നമുക്ക് എപ്പോഴും ഏറ്റവും മിനിമം ഫാക്ടോറിയൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് വരിക. സോ ആ 1ൻ്റെയും 0യുടെയും കേസ് ഇവിടെ റിട്ടേൺ 1 ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, 0യും 1ഉം അല്ല, വേറെ ഏത് നമ്പേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫാക്ടോറിയൽ വാല്യൂ കാണുക എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ എൽസ് കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, റിട്ടേൺ ഈ ഒരു ഫാക്ടോറിയൽ, അതായത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ തന്നെ ഈ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ പിന്നെയും വിളിക്കുകയാണ്. ഓക്കെ, അതാണ് ഈ ഒരു റിക്കേഷൻ്റെ പ്രത്യേകത. അതായത് കോളിംഗ് ദ ഫംഗ്ഷൻ വിത്തിൻ ദ ഫംഗ്ഷൻ. സോ ഈ സെയിം ഫാക്ടോറിയൽ തന്നെ ഐ എം കോളിംഗ് ഇറ്റ് അഗെയിൻ. സോ n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-1 എന്നാണ് അവിടെ നടക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ ഫാക്ടോറിയൽ ഓഫ് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 വരും. അടുത്ത സ്റ്റെപ്പിൽ ആ n എന്ന് പറയുന്നത് 4 ആവും. സോ 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 വരും. സോ അങ്ങനെ പോവുകയാണ് ചെയ്യുക. സോ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും, ബിഗിനേഴ്സിന് മോസ്റ്റ്ലി കൺഫ്യൂഷൻ ഉണ്ടാവും. അതെന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നോക്കാം. സപ്പോസ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, n-ന് ഞാൻ 4 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ അവിടെ സംഭവിക്കുന്നത് ആദ്യം സംഭവിക്കുക ഫാക്ടോറിയൽ ഓഫ് 4 ആണ്. സോ ഫാക്ടോറിയൽ ഓഫ് 4 ഈ ഒരു ഫംഗ്ഷനകത്ത് n-ന് ആദ്യം 4 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. സോ n-ന് 4 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ലൈനിൽ എന്താ റിട്ടേൺ ചെയ്യുക, 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-1 എന്ന് പറയുന്നത് 3 ആണ്. സോ 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറയാം. സോ ഈ ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറയുന്നത് എഗെയിൻ ഈ ഫംഗ്ഷനിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കും, ഈ സാധനം സ്റ്റാക്കിലേക്ക് മാറ്റി വെച്ചിട്ട് എഗെയിൻ ഇത് റൺ ചെയ്യും. സോ നെക്സ്റ്റിൽ ഇവിടെ n-ൻ്റെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 3 ആവും. സോ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 - 1 2 ആവും. സോ ഫാക്ടോറിയൽ ഓഫ് 2 എന്നുള്ളത് എഗെയിൻ ഇതിനകത്ത് റൺ ചെയ്യേണ്ടതാണ്. സോ അതും അങ്ങോട്ട് മാറ്റി വെക്കും. സോ അടുത്ത സ്റ്റെപ്പിൽ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 വരും. എഗെയിൻ ഈ n-ൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും. സോ n-ൻ്റെ വാല്യൂ എന്തായി, 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1 ആയി. അടുത്തതിൽ ഫാക്ടോറിയൽ ഓഫ് 1 റൺ ചെയ്യും. സോ ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറയുന്നത് നമുക്കിവിടെ ബേസ് കേസിൽ വരുന്ന സാധനമാണ്. കണ്ടോ, ഇഫ് n = 1 എന്ന് പറയാം. ആ സമയത്ത് 1 റിട്ടേൺ ആവുകയാണ്. സോ ബേസ് കേസ് റിട്ടേൺസ് 1. സോ ഇത്രയും പ്രോസസ്സാണ് നമുക്ക് n = 4 നടക്കുക. സോ അവിടെ സ്റ്റാക്കിൻ്റെ ഫ്രെയിംസിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക, ആദ്യം
ഫ്രെയിം 1 അവിടെ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഫാക്ടോറിയൽ ഓഫ് 4 റൺ ആവും. ഫാക്ടോറിയൽ ഓഫ് 4 റൺ ആവുമ്പോൾ നമുക്കറിയാം ഇവിടെ ഫാക്ടോറിയൽ ഓഫ് 3യുടെ വാല്യൂ നമുക്ക് വേണം. സോ ഇറ്റ് വെയിറ്റ് ഫോർ ദ ഫാക്ടോറിയൽ ഓഫ് 3. എന്നിട്ട് അടുത്ത ഫ്രെയിം സ്റ്റാക്കിനകത്ത് ഉണ്ടാവും, മെമ്മറിയിൽ നെക്സ്റ്റ് സെക്ഷനകത്ത് വരും. സോ ഫാക്ടോറിയൽ ഓഫ് 3 റൺ ആവും. ഈ 3 എന്ന് പറയുന്നത് ഇറ്റ് വെയിറ്റ് ഫോർ ഫാക്ടോറിയൽ ഓഫ് 2. അടുത്ത ഫ്രെയിമിൽ ഫാക്ടോറിയൽ ഓഫ് 2 റൺ ആവും. അഗെയിൻ ഇറ്റ് വെയിറ്റ് ഫോർ ഫാക്ടോറിയൽ ഓഫ് 1. അടുത്ത ഫ്രെയിമിൽ ഫാക്ടോറിയൽ ഓഫ് 1 റൺ ആവുമ്പോൾ നമുക്ക് റിട്ടേൺ 1 നമുക്കവിടെ കിട്ടും. സോ ഇത് ബേസ് കണ്ടീഷനായിട്ട് നമ്മളെ ഫ്രെയിം അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി എന്താ സംഭവിക്കുക? ഇത് റിവേഴ്സ് ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ദ സ്റ്റാക്ക് അൺവൈൻഡ്സ്. സോ അത് 1 കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കും? ഫാക്ടോറിയൽ ഓഫ് 2 റൺ ആവും. 2 റൺ ആവുമ്പോൾ 2 × 1 = 2 എന്ന് നമുക്കവിടെ കിട്ടും. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്. സോ ഫാക്ടോറിയൽ ഓഫ് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 വരും, പിന്നെ 3 വരും, പിന്നെ 4 വരാണ്. സോ 2 റൺ ആവുന്നു, എഗെയിൻ 3 റൺ ആവുന്നു, അടുത്തത് ഫാക്ടോറിയൽ ഓഫ് 4 റൺ ആവുന്നു, എഗെയിൻ നമുക്ക് വാല്യൂ കിട്ടുന്നു, ലാസ്റ്റ് 24 എന്ന് പറയുന്നു. സോ ഇതാണ് ബേസിക്കലി റിക്കേഷൻ്റെ ഇടയിൽ നടക്കുന്നത്. സോ റിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എത്ര തവണയാണോ അത് റണ്ണ് ചെയ്യേണ്ടത്, അത് ഓരോ തവണയും ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് സ്റ്റാക്കിനകത്ത് അത് അറേഞ്ച് ചെയ്ത് വെക്കും. അതിനുശേഷം ഈ സെയിം സാധനം റിവേഴ്സ് ഓർഡറിൽ റൺ ചെയ്യാണ് നമ്മളവിടെ ചെയ്യുന്നത്. സോ ഈ ഒരു സെയിം സാധനം നമുക്കിന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഫാക്ട് എന്നാണ് ഞാൻ ആ ഫംഗ്ഷന് പേര് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഇൻപുട്ടായിട്ട് എനിക്കവിടെ വേണ്ടത്. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഇഫ് കണ്ടീഷനാണ്. സോ ഇഫ് ഫസ്റ്റ് കേസുകൾ, അതായത് ബേസ് കേസ് നമ്മളവിടെ കൊടുക്കണം. സോ നമുക്ക് n എന്ന് പറയുന്ന വാല്യൂ 1 ആണെങ്കിലോ ഓർ n എന്ന് പറയുന്ന വാല്യൂ 0 ആണെങ്കിലോ നമുക്ക് എന്ത് സംഭവിക്കണം? ഇറ്റ് ഷുഡ് റിട്ടേൺ 1. ഓക്കെ, ഈ രണ്ട് കേസിലും ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ സോറി, n അല്ല, നം ആണ്. റിട്ടേൺ 1 കൊടുക്കണം. ഇനി അതല്ല, എൽസ് കണ്ടീഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കണം? റിട്ടേൺ. സോ റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? നം സ്റ്റാർ. ഇനി സെയിം സാധനം ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിനകത്ത് തന്നെ കോൾ ചെയ്യാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ദിസ് ഈസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ. അത് തന്നെ ഐ എം കോളിംഗ് വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് നം -1 എന്ന് ഞാനവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫംഗ്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ നമുക്കത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ആദ്യം ഈ നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കണം അല്ലേ? സോ ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യാം. n = എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് ഫാക്ട് എന്ന് പറയുന്ന സാധനം കോൾ ചെയ്യണം. സോ അതിലേക്ക് ഞാൻ n-ൻ്റെ വാല്യൂ കൊടുക്കാം. മാത്രമല്ല എനിക്കൊരു ഔട്ട്പുട്ട്, ഈ കിട്ടുന്ന റിട്ടേൺ വാല്യൂ ഏതിലെങ്കിലും ഒരു വേരിയബിളിനകത്തേക്ക് സേവ് ചെയ്യണം അല്ലേ? സോ മേ ബി f എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്കാണ് ഞാനത് സേവ് ചെയ്യുന്നത്. സോ f = fact of 4 എന്നാണ് അവിടെ വരിക. സോ വാല്യൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്കത് പ്രിന്റ് ചെയ്ത് കാണിക്കണം. സോ പ്രിന്റ് ബ്രാക്കറ്റ് ഓപ്പൺ f കൊടുക്കാം. എന്നിട്ട് ഒരു മെസ്സേജ് പോലെ നമുക്ക് ചെയ്യാം. ദ ഫാക്ടോറിയൽ ഓഫ് ഏതിൻ്റെ ഫാക്ടോറിയലാണ്? n-ൻ്റെ ഫാക്ടോറിയലാണ്. സോ n ഈസ്, എന്നിട്ട് എന്ത് കൊടുക്കാം? നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് f-ലാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ആ ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷനെ കോളും ചെയ്തു. സോ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ദ ഫാക്ടോറിയൽ ഓഫ് 4 is 24 എന്ന് പറയുന്നുണ്ട്. ഈ 4-ൻ്റെ വാല്യൂ ഞാൻ മാറ്റിയിട്ട് ഒരു 10 കൊടുത്തെന്ന് വിചാരിക്കുക. എന്നിട്ട് റൺ ചെയ്യുന്ന സമയത്ത് ദ ഫാക്ടോറിയൽ ഓഫ് 10 is this വാല്യൂ. സോ ഇവിടെ റിക്കേഷൻ ആണ് ബേസിക്കലി സംഭവിക്കുന്നത്. റിക്കേഷനിൽ എന്താ സംഭവിക്കുക? ഓരോ തവണയും ഈ ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫ്രെയിമുകളിലായിട്ട് സേവ് ചെയ്ത് വെച്ച് ഫൈനലി ബേസ് കണ്ടീഷൻ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ആ ഒരു വാല്യൂ എടുത്തിട്ട് റിവേഴ്സ് ഓർഡറിൽ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകും. അത് റൺ ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ തരികയാണ് ചെയ്യുക.
ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റിക്കേഷൻ ചെയ്യുക. ഇതിൻ്റെ 1-2 എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം. സോ ഫിബൊനാച്ചി സീരീസിൻ്റെ കേസിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാരണം ഡിഫൈൻ ഫിബൊനാച്ചി എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫംഗ്ഷൻ, അതിനകത്ത് n ആണ് ഇൻപുട്ടായിട്ട് വരുന്നത്. സോ ഇതിൽ ബേസിക്കലി 2 ബേസ് കേസുകളാണ് വരിക. ഒന്ന് n-ന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് വാല്യൂ 0 ആയിരിക്കണം, അതല്ല n-ന്റെ വാല്യൂ 1 ആണെങ്കിലും വാല്യൂ 1 ആയിരിക്കണം. ബാക്കിയുള്ള എല്ലാ കേസസിലും എന്താ സംഭവിക്കുക, ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഞാനിവിടെ കോൾ ചെയ്തിട്ടുള്ളത്. സോ ഫിബൊനാച്ചി n-1 പ്ലസ് n-2 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. സോ ഫിബൊനാച്ചി സീരീസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഫിബൊനാച്ചി സീരീസ് ഓഫ് 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്, 1 എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ഹയർ ടേംസിലേക്ക് വരുന്ന സമയത്ത് ഓരോ തൊട്ടടുത്ത നമ്പറിനെ ആഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതായത് ഫിബൊനാച്ചി സീരീസ് ഇപ്പോൾ 0 ആദ്യം 0 ആണെങ്കിൽ 0 പ്ലസ് 1 നമ്മളവിടെ എടുക്കും. ദെൻ അതിനുശേഷം 1 പ്ലസ് 1 എടുക്കും. ദെൻ 1 പ്ലസ് 1 എന്നുള്ളത് 2 ആയിരിക്കും. അതിനുശേഷം അതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ 2 പ്ലസ് 1 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. പിന്നെ നമുക്ക് വരുന്ന 2 പ്ലസ് 3 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അങ്ങനെ തൊട്ട് മുമ്പുള്ള നമ്പറിനെ ആഡ് ചെയ്ത് പോകുന്ന സമയത്തുള്ള ഫൈനൽ വാല്യൂ ആണ് നമുക്ക് ഫിബൊനാച്ചി സീരീസിൽ കിട്ടുക. സോ അതേ പ്രോസസ് തന്നെയാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം. സപ്പോസ് n-ന്റെ വാല്യൂ നമ്മൾ 4 കൊടുക്കുകയാണെങ്കിൽ ഫിബൊനാച്ചി ഓഫ് 4 ആണ് വരിക. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് 4 വരും. അതിനകത്ത് എന്തൊക്കെയാണ് റൺ ചെയ്യുക, ഫിബൊനാച്ചി ഓഫ് 3 and 2 റൺ ആവും. അടുത്ത സ്റ്റാക്കിൽ ഫിബൊനാച്ചി 3 റൺ ആവണം. സോ അത് റൺ ആവണമെങ്കിൽ ഫിബൊനാച്ചി 2 and 1 വേണം. അടുത്ത സ്റ്റാക്കിൽ ഫിബൊനാച്ചി 2 ആണ് റൺ ആവുക. 2ൽ 1ഉം 0യും വേണം. സോ 1ഉം 0യും നമുക്ക് ബേസ് കേസുകളാണ്. സോ ഈ 2 ബേസ് കേസിൽ നമുക്ക് ഒന്നിൽ 0യും ഒന്നിൽ 1ഉം കിട്ടും. സോ 0 പ്ലസ് 1 അവിടെ സംഭവിക്കും. അടുത്ത കേസിൽ വാല്യൂവും ഇത് രണ്ടും കൂടെ അഡീഷൻ നടക്കും. സോ 0 പ്ലസ് 1 നമുക്ക് അവിടെ കിട്ടും. പിന്നെ അടുത്ത സ്റ്റേജ് റൺ ആവും. സോ 1 പ്ലസ് 1 2 നമുക്ക് അവിടെ കിട്ടും. അടുത്ത സ്റ്റേജിൽ 2 പ്ലസ് 3 5 നമുക്ക് അവിടെ കിട്ടും. സോ ആ രീതിയിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുകയാണ് അവിടെ ചെയ്യുക. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നമ്മൾ 2 പോസിറ്റീവ് ഇൻഡിജർ നമ്പേഴ്സിന്റെ കാണുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. സോ ഇവിടെ GCD എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് 2 പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 2 ഇൻപുട്ടുകൾ അവിടെ വേണം, AB എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് കേസിൽ ഇഫ് B is equal to 0 ആണെങ്കിൽ A നമ്മളവിടെ റിട്ടേൺ ചെയ്യണം. സോ അതാണ് ഫസ്റ്റ് കേസ് വരുന്നത്. അല്ലാത്ത കേസിൽ ഈ 2 പോസിറ്റീവ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ എന്താണ്, അത് കാൽക്കുലേഷൻ ആണ് നടക്കുന്നത്. സോ ഇവിടെ നമുക്ക് GCD എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ കോൾ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് റിട്ടേൺസ് GCD ആസ് B, A%B. A%D എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിന്റെ റിമൈൻഡർ കൊടുക്കുകയാണ് അവിടെ ചെയ്യുക. സോ ഈ GCD എന്നുള്ളത് എഗെയിൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ നോക്കിയാൽ കാണാം, സപ്പോസ് എക്ക് 48ഉം ബിക്ക് 18ഉം വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റാക്കിൽ എന്താ സംഭവിക്കുക, GCD 18, 48 മോഡ് 18 ഇതിന്റെ മോഡ് ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ 18, 12 കിട്ടും. അടുത്ത സ്റ്റേജിൽ 18ന്റെയും 12ന്റെയും ആയിരിക്കും റൺ ചെയ്യുക. അതിൽ നമുക്ക് കിട്ടുന്നത് GCD 12, 6 ആയിരിക്കും. അടുത്ത കേസിൽ നമുക്കിവിടെ GCD 6, 0 വരും. സോ 0 വരുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ A ആണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ ഈ സാധനം കിട്ടും. ഫൈനലി നമുക്ക് 6 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും അവിടെ കിട്ടുക. സോ ഇവിടെ B is equal to 0 കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ബേസ് കണ്ടീഷൻ. അതുവരെ ഇത് എഗെയിൻ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ റിക്കേഷൻ എന്ന് പറയുന്നത് ചെയ്ത് നോക്കുന്നത്. സോ ഈ ലാസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഈ റിക്കേഷന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ വാല്യൂസ് വരുന്ന സമയത്ത് അവിടെ കൂടുതൽ മെമ്മറി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മോസ്റ്റ് ഓഫ് ടൈം റിക്കേഷൻ എറർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ടു മെനി റിക്കേഴ്സീവ് കോൾസ് ക്യാൻ എക്സീഡ് ദ സ്റ്റാക്ക് ലിമിറ്റ് കോസിങ് എ റിക്കേഷൻ എറർ. അതുപോലെ തന്നെ റിക്കേഴ്സീവ് സൊല്യൂഷൻ ക്യാൻ ബി ഇൻഎഫിഷ്യന്റ് ഇഫ് ദർ ആർ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ്. സോ നമ്മൾ ഫിബൊനാച്ചി സീരീസിന്റെ എക്സാമ്പിൾ കണ്ടപ്പോൾ കണ്ടു, സെയിം സാധനം തന്നെ 2 തവണ ആ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു റിഡൻഡൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെർഫോമൻസിനെ ചിലപ്പോഴൊക്കെ ബാധിക്കാറുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.